അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നും തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നും ജിഹാദിസ്റ്റാണ് എന്നും ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല അമേരിക്കയിലെ മുൻനിര നേതാക്കളെല്ലാം തന്നെ റിപ്പബ്ലിക്കൻ നേതാക്കളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തി സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ ആസൂത്രധാരൻ, അമേരിക്കയെ ജിഹാദി കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വ്യക്തി എന്ന് തുടങ്ങി പലതരത്തിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസവും നടത്തിയിട്ടുള്ള ഈ ആക്ഷേപ ശരങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ന്യൂയോർക്കിന്റെ മേയറാകുന്നത് എന്ന വലിയ ചരിത്രമുണ്ട്. പലതരത്തിൽ ഈ വിജയത്തെ സ്വാധീനിച്ച ഘടകങ്ങളുണ്ട്. നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കൻ യുവത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, ഇസ്രായേൽ പറയുന്നതാണ് ശരി, ഇസ്രായേൽ അനുസരിച്ച് അമേരിക്കയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു യുവതലമുറ, അതിൽ നിന്നുള്ള വലിയൊരു മാറ്റം നമ്മൾ കാണുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും എന്താണ് ഗസയിലും ഫലസ്തീനിലും പശ്ചിമേഷ്യയിലും ഒക്കെ നടക്കുന്നത് എന്ന് വിലയിരുത്താൻ ശേഷിയുള്ള ഒരു യുവതലമുറ അവർ ഉയർന്നു വന്നിരിക്കുന്നു. അവിടെ മതത്തിന്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർഗത്തിന്റെയോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ആ ഒരു കോസിന് വേണ്ടി നിലനിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാരണം ജൂതന്മാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും മുസ്ലിങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ടാണ് മംദാനിയെ വിജയിപ്പിച്ചത് എന്നുള്ളത് ഈ മാൻഡേറ്റ് തെളിയിക്കുന്നതാണ്. ന്യൂയോർക്കിലെ ഈ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടുകൾ നേടാൻ ഈ വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ട് പോലും നമുക്കറിയാം സാധാരണ രീതിയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികളെ മുഖ്യ സ്ഥാനാർത്ഥികളായി ഉണ്ടാവാറുള്ളൂ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റ് പാർട്ടിയും. പക്ഷേ ഇക്കുറി ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഇതുവരെയുള്ള അധികായനായ ന്യൂയോർക്കിലെ പ്രധാനപ്പെട്ട ആൻഡ്രൂ ക്യോമ അവിടെ മുൻ മേയറാണ്. അദ്ദേഹം ഒരു പക്ഷത്ത് നിലനിന്നുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലെ മത്സരിച്ചിട്ട് പോലും 50% വോട്ട് നേടാൻ മംദാനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ചലനത്തിന്റെ ഒരു സൂചകമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ തീവ്രദേശീയത, അതേപോലെ തന്നെ മാഗ ക്യാമ്പയിനിലൂടെ ഡൊണാൾഡ് ട്രംപ് ഉയർത്തിവിടുന്ന വംശീയത, കുടിയേറ്റ വിരുദ്ധത, ഇസ്ലാമോഫോബിയ, ഇത്തരം ഘടകങ്ങൾ മുഴുവനുമാണ് ഒരു ഭാഗത്ത് പോരാടിയത്. മറുഭാഗത്ത് ഇതിനെതിരെ എല്ലാമുള്ള സ്നേഹത്തിന്റെയും അതേപോലെ തന്നെ കുടിയേറ്റക്കാരെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെയും അതേപോലെ തന്നെ കുറേയേറെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൂടി ഇതിൽ പ്രധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ന്യൂയോർക്ക് നഗരത്തിൽ ഫ്രീ ബസ്സുകൾ, അതേപോലെ തന്നെ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടിയുള്ള ഫ്രീ കെയറുകൾ തുടങ്ങി കുറേയേറെ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് ബാക്കിയുള്ള ആളുകൾ പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് 34-കാരനായ മംദാനി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗവുമായി മുന്നോട്ട് പോയത്. അപ്പോൾ അത്തരം ആശയങ്ങളും യുവതലമുറയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു മാറ്റം വേണമെന്ന് ന്യൂയോർക്കാർ ചിന്തിച്ചു. അപ്പോഴും ഇത്രയും വലിയ ഒരു മുസ്ലിം ഈ ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ, ന്യൂയോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം, അവിടെ ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ബില്യൺ കണക്കിന് ഡോളർ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചാരണങ്ങൾ നയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതേപോലെ തന്നെ പുതിയ കാലത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു മുസ്ലിം അവിടെ സ്ഥാനാർത്ഥിയാകരുത് എന്ന് ആദ്യം നിശ്ചയിച്ചു. സ്ഥാനാർത്ഥി റേസിൽ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു വിജയം കളയാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള കുതന്ത്രങ്ങളും പയറ്റി. പക്ഷേ അതിനെ മുഴുവൻ മംദാനി പരാജയപ്പെടുത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത് മംദാനിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ തന്നെ ഭീഷണികൾ ഉണ്ടെങ്കിലും ശരി, അതിനെ മുഴുവൻ മറികടന്നുകൊണ്ട് ഇനി നമുക്ക് ന്യൂയോർക്കിനെ പുനർനിർമ്മിക്കണം എന്ന് പറയുകയാണ്. അവിടെ ഉയരുന്ന കരഘോഷം എന്ന് പറയുന്നത് ആ ജനതയുടെ, അമേരിക്കൻ ജനതയുടെ ജനാധിപത്യത്തിന്റെ ഉയർത്തുവരവ് അല്ലെങ്കിൽ അതിന്റെ ഒരു പുനരുജ്ജീവനം ആഗ്രഹിക്കുന്നവരുടെ കരഘോഷമായിരുന്നു. അമേരിക്ക എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവിടുത്തെ ജനാധിപത്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം 2018 മാത്രം US പൗരത്വം കിട്ടിയിട്ടുള്ള, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ US പൗരനായിട്ട് 7 വർഷം മാത്രമായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ന്യൂയോർക്ക് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിന്റെ അധിപനാകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ്. ഉൾക്കൊള്ളലിന്റെയും അതേപോലെ തന്നെ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ജനാധിപത്യത്തിന്റെ ഒരു ശക്തിയാണ്. ആ ശക്തി തെളിയിക്കാൻ മംദാനിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്, അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം കൂടിയാണ്. കാരണം മീര നായർ ഇന്ത്യയുടെ ഏറ്റവും മുഖ്യധാര സംവിധായികയാണ്, നമുക്കേറെ നല്ല സിനിമകൾ സംവിധാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ മീര നായരുടെ പുത്രനാണ് മംദാനി. അതേപോലെ തന്നെ ഉഗാണ്ടൻ പേരുള്ള ഒരു ആഫ്രിക്കൻ പേരുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള കുടിയേറ്റക്കാരനായിട്ടുള്ള ഒരു മുസ്ലിം ന്യൂയോർക്കിന്റെ മേയറായി വരുന്നു എന്ന് പറയുന്നത് ചരിത്രമാണ്. ആ ചരിത്രത്തോടൊപ്പം തന്നെ ഒരു 34-കാരനാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ നഖശിഖാന്തം എതിർത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാം തന്നെ ട്രംപിന്റെ പരാജയം, യുവത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇസ്ലാമോഫോബിയക്കെതിരായിട്ടുള്ള വിധിയെഴുത്ത്, അതേപോലെ തന്നെ വംശീയതക്കും തീവ്ര വലതുപക്ഷത്തിനുമെതിരായിട്ടുള്ള പോരാട്ടം എന്ന അർത്ഥത്തിലെല്ലാം തന്നെ വലിയൊരു മുന്നേറ്റമായി തന്നെ നമുക്ക് ഈ മംദാനിയുടെ വിജയത്തെ കാണേണ്ടി വരും.